അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കുക. ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളാകാം, ലൈറ്റ് അക്കാദമി പേരക്കോസ്റ്റിൽ വെച്ച നിയോഗങ്ങളാകാം, ഓൺലൈൻ ഉടമ്പടി വെച്ച നിയോഗങ്ങളാകാം, ഉടമ്പടി എടുക്കാനിരിക്കുന്നവർക്ക് മനസ്സിൽ സൂക്ഷിച്ച നിയോഗങ്ങളാകാം. എല്ലാം അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ മഹത്വം താലെ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിയോഗങ്ങളെല്ലാം ഏറ്റക്കാന പെരക്കസിലെയും ഓൺലൈൻ ഉടമ്പടിയുടെയും കൃപാസനത്തിൽ വന്നെടുത്ത തീർത്ഥാടന ഉടമ്പടിയുടെയും എല്ലാ നിയോഗങ്ങളും ഇനി ഉടമ്പടി എടുക്കാതിരിക്കുന്നവരും ശുശ്രൂഷയെ കടന്നവരായിരിക്കുന്നവരുടെയും അനുദിന ആവശ്യങ്ങളെ, ഇന്ന് നിങ്ങൾ പോകാൻ പോകുന്ന ഇടങ്ങൾ, നിങ്ങൾ യാത്ര തിരിക്കുന്ന ഇടങ്ങൾ, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ സന്ധികൾ, സംഭാഷണങ്ങൾ, ഇടപെടലുകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലപ്പോൾ രോഗികളാകാം, നിങ്ങൾ ചിലപ്പോൾ മറ്റു തരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്നവരാകാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഉടമ്പടി ഉൾപ്പെടെയുള്ള എല്ലാ തരം കൃപാസന പ്രാർത്ഥനകളുടെ മേലും ദൈവാനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയണതും വിടുതൽ പ്രാപിക്കണതും. അതുകൊണ്ട് തന്നെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഇതുവരെ കൃപാസനത്തോട് ബന്ധപ്പെട്ടും നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആരാധനകളുടെ ശക്തിയാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയിൽ അനേകം മക്കൾ ഭൂലോകം മുഴുവൻ നടന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും എല്ലാ ഉപവി പ്രവർത്തനങ്ങളും എല്ലാം സമാഹരിച്ചുകൊണ്ട് ഇന്നേ ദിവസം ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോകുന്നവരെ, ആശുപത്രി പോകുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായ ബാധ്യത കാരണം അതിന് വിടുതലിന് വേണ്ടി പോകുന്നവരെ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, കുടുംബജീവിതത്തിൽ കലുഷിതമായ ജീവിത അന്തരീക്ഷമുള്ളവർ, കുടുംബത്തിൻ്റെ കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരുടെയും വേദനകളെയും ഭാരങ്ങളെയും കർത്താവെ നീ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് നേർവഴിയോട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, നാളിതുവരെ നടന്നിട്ടുള്ള എല്ലാവിധ പ്രാർത്ഥനാ അനുഭവങ്ങളെയും പ്രാർത്ഥനാ ശക്തികളെയും പ്രാർത്ഥനാ സംരംഭങ്ങളെയും കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനാ ശക്തികളെ കർത്താവ് സമാഹരിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവെ അങ്ങയുടെ തിരുസ്ഥനെ പ്രാർത്ഥിക്കുന്ന നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എല്ലാ ജനതകളും വിശ്വാസത്തിലും ഒരുക്കുകയും ദൈവസ്നേഹത്തിൽ നിറക്കുകയും ദൈവവിശേഷത്തിൻ്റെ സാക്ഷികളായിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി ജനങ്ങളിൽ സാന്നിധ്യം പ്രകടമാക്കാൻ വേണ്ടി പരിശുദ്ധമായ ദേവമാതാവെ ഞങ്ങളെ
സമാഗമനമാക്കണമേ. എല്ലാ മക്കളെയും ബന്ധിച്ചിരിക്കുന്ന എല്ലാ പാപശാപങ്ങളും രോഗപീഠകളും ജീവ തടസ്സങ്ങളും ദുരിതങ്ങളും യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിൽ ഇന്ന് കർത്താവ് തിരിച്ച് ഞങ്ങൾ വിശ്രമത്തിലേക്ക് വരുന്നത് വരെയുള്ള എല്ലാ സമയങ്ങളെയും സമർപ്പിക്കുന്നു. ആ സമയങ്ങളിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ സംരംഭങ്ങളെയും സമർപ്പിക്കുന്നു. അവിടെ ആവശ്യമായ ദൈവിക കൃപ അങ്ങയുടെ സാന്നിധ്യ സഞ്ചാരിയുമായ സമയത്തിൻ്റെ അധികാരം ദൈവത്തിൻ്റെ ചൈതന്യം ഞങ്ങൾക്ക് ആവഹിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൻ്റെ മധ്യസ്ഥ നിന്നവളെ അവിടെ പ്രത്യക്ഷകരണത്തിന് സ്ഥിരീകരണത്തിനുമായി അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോ നിങ്ങളെ ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനമായി നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം 62-ാമത്തെ സങ്കീർത്തനത്തിലെ 11-ാമത്തെ വാക്യമാണ്. 62-ാം സങ്കീർത്തനത്തിലെ 11ഉം 12ഉം വാക്യങ്ങൾ. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. 12-ാമത്തെ വാക്യം, സങ്കീർത്തനം 62 12-ാമത്തെ വാക്യം. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവൃത്തികൾക്കൊത്ത് പ്രതിഫലം നൽകുന്നു. നമ്മുടെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വെളിപാടാണിത്. ഉടമ്പടി നമുക്കറിയാം. അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തെ വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ അമ്മ നമുക്ക് നൽകിയ വെളിപാട് അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പോൾ 3, 4, 5 യോഹന്നാൻ 2-2-3-5 വചനങ്ങൾ. അതിൽ അന്തസത്ത അവൻ പറയണ പോലെ ചെയ്യുന്ന എല്ലാവർക്കും ആണ് ഉടമ്പടിയുമായി നിലനിൽക്കാൻ കഴിയുന്നതും വളരാൻ കഴിയുന്നതും നമ്മുടെ യോഗ്യതയ്ക്ക് ഉപരിയായ ദൈവാനുഗ്രഹങ്ങൾ ജനകോടികളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നതും. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ദൈവികമായ വെളിപ്പെടുത്തലാണ് എങ്ങനെ അവൻ പറയുന്നത് എന്താണ്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ഉടമ്പടിയിലെ എന്താണ് ശക്തി ദൈവത്തിൻ്റെതാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യണത് എന്താണ്? ദൈവത്തിൻ്റെ വചനം ഒരു പ്രാവശ്യമാണ് കർത്താവ് പറഞ്ഞെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നത് കർത്താവ് 2 പ്രാവശ്യം പറഞ്ഞു എന്നുള്ള ആ ഒരു ബോധത്തിലാണ്. ആരാണോ ദൈവത്തിൻ്റെ വചനം കാര്യക്ഷമമായും ഗൗരവമായിട്ടും ഉത്തരവാദിത്തോടെയും സത്യസന്ധമായിട്ട് കേട്ടിട്ട് അത് പ്രയോഗത്തിൽ വരുത്തുന്നത്, അവരിലേക്കാണ് ശക്തി ദൈവത്തിൻ്റെതാണല്ലോ എന്ന്. എല്ലാ മേഖലകളെയും നമുക്കറിയാം. ദൈവം അത് സാരാംശത്തിലും അതുപോലെ തന്നെ സത്തയിലും അവൻ ശക്തിയും സ്നേഹവുമാണ്. സ്വരൂപത്തിൽ സ്നേഹവും അന്തസത്തയിൽ ശക്തിയുമാണ്. അപ്പോൾ ദൈവം നമ്മുടെ ശക്തിയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ സൗഖ്യമായി മാറുന്നു. ദൈവം ശക്തിയായിട്ട് നമ്മുടെ ജീവിത മണ്ഡലത്തേക്ക് വരുമ്പോൾ അത് ബ്ലെസ്സിങ്സായിട്ട് മാറുന്നു. ദൈവം ശക്തിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് കൃപയായി നിത്യജീവനിലേക്ക് നമുക്ക് സ്വരുക്കൂട്ടായി മാറുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനം നിറവേറ്റുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ അന്തസത്ത. അതുകൊണ്ടാണ് 62-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം പറഞ്ഞ കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. കാര്യം എന്താണ്? ഉടമ്പടി എപ്പോഴും വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. യോഹന്നാൻ 2:8 അതായത് നിൻ്റെ യോഗ്യത നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ കരുണ കൊണ്ട്. നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചാലും ഒരു പക്ഷേ ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് നൽകുന്നതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയെ ആർജിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധമായി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് സ്വയം സമർപ്പിതരായി കഴിഞ്ഞാൽ നമുക്ക് യോഗ്യത ഇല്ലെങ്കിൽ പോലും കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കുമെന്നുള്ള വലിയ സൂചനയാണ് ദൈവം 62-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിലൂടെ നൽകുന്നത്. അവിടുന്ന് മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം നൽകുന്നു. പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം നൽകുമ്പോൾ തന്നെ ദൈവം കാരുണ്യം അവിടുത്തെയാണെന്ന് പറയുമ്പോൾ പ്രവൃത്തികളേക്കാൾ അപ്പുറത്താണ് ദൈവത്തിൻ്റെ കാരുണ്യം നിൽക്കുന്നത്. ഈ കാരുണ്യത്തെ ആണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകാൻ
എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വലിയൊരു കാലഘട്ടത്തിൽ, അതായത് അവൻ്റെ പ്രത്യക്ഷീകരണമ്പോൾ അതിന് ആ ദശവത്സര പ്രാർത്ഥനയുടെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ അച്ഛൻ 5:30 മണിക്ക് നിങ്ങളോടൊപ്പത്ത് നിങ്ങളുടെ കണ്ണീരിൻ്റെ ഒപ്പം, നിങ്ങളുടെ രോഗത്തിൻ്റെ ഒപ്പം, നിങ്ങളുടെ ഭാരത്തിൻ്റെ ഒപ്പം മാതാവിൻ്റെ മധ്യസ്ഥയിൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു കാലഘട്ടം ആരംഭിക്കുകയാണ്. ഈ പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുക്കാൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജോബിന് വിൽസൺ. ഞാൻ കൊല്ലം ജില്ലയിലെ ആയൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടൊന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോൾ എനിക്കങ്ങനെ അധികമായിട്ടൊന്നും വിശ്വാസമൊന്നുമില്ല. കാര്യം നേരത്തെ തന്നെ എനിക്ക് മാതാവിൻ്റെ വിശ്വാസമുണ്ട്. പക്ഷേ എന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാലേ മാതാവ് കേൾക്കുന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് സംസാരിക്കാനുള്ള പ്രശ്നമൊന്നും മാറ്റിത്തരുന്നതാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ സംസാരിക്കാനുള്ള പ്രശ്നം മാറ്റിയില്ലെങ്കിലും ഒരു 4 ആളുടെ മുന്നിൽ ഒന്ന് ഇറങ്ങി നിന്ന് നല്ല എന്താ പറയുക, ഒരു നല്ല ആത്മധൈര്യത്തോടൊന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് വെച്ച് ഇത് നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ സംസാരിക്കാനുള്ള പ്രശ്നമൊന്നും മാറ്റി തന്നില്ലെങ്കിലും എനിക്ക് 4 ആളുടെ മുന്നിലൊന്ന് എന്താ പറയുക, ഒരു ആത്മധൈര്യത്തോടെ ഒന്നൊരു സംസാരിക്കാനുള്ളൊരു കഴിവ് തരണതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 5 വയസ്സ് വരെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അങ്ങനെ 5 വയസ്സായപ്പോഴത്തേക്ക് എന്നെ എന്താ പറയുക, ഒരു മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് അങ്ങനെ ഈ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും കൂടെ വെച്ച് നാക്കിൽ വെച്ച് എല്ലാ ദിവസവും ഈ വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമൊന്നും എനിക്ക് അങ്ങോട്ട് ഒരു വിശ്വാസം വന്നില്ല. അങ്ങനെ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു നോക്കി. അങ്ങനെ പ്രത്യേകിച്ച് മറ്റേ സിസ്റ്റർ പറഞ്ഞ ഒരു വാക്കാണ് എന്നിൽ ഏറ്റവും കൂടുതൽ ഒരു ധൈര്യം തന്നത്. കാര്യം ഈ വിക്കനായ മറ്റേ മോശയ്ക്ക് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വിക്ക് മാറ്റിത്തരുമെന്ന് സിസ്റ്ററിനോട് പറഞ്ഞ്. അങ്ങനെ ഞാനങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത്. അങ്ങനെ ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ രാത്രിയിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്തൂടെ ഒരു പ്രകാശം ഇങ്ങനെ വന്നിട്ട് എൻ്റെ നാക്കിലിങ്ങനെ തൊടുന്നതായിട്ട് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട്. അങ്ങനെ എൻ്റെ വിക്ക് മാറിയെന്ന് ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അലറി വിളിച്ചപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാം കൂടെ ഓടി വന്ന് അങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്താ പറയുക, ഇതിന് മുന്നേ വരെ എന്നെ ഒരു 3-ാം ക്ലാസ് മുതൽ ഒരു 10-ാം ക്ലാസ് വരെ എന്നെ എല്ലാ കൂട്ടുകാരുമായിട്ട് കളിയാക്കുമായിരുന്നു. എന്നെ വിക്ക എന്തോന്നീ പൊട്ടനാന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേയായിട്ട് കളിയാക്കുമായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ കുറേയൊക്കെ എന്താ പറയുക, ഞാൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞ് സത്യം പറഞ്ഞാൽ കണ്ണീരെല്ലാം പറ്റിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്നെ തന്നെ ഒരു വിശ്വാസമായിരുന്നു. കാര്യം ഇതെന്തെങ്കിലും മാറും, ഇത് മാതാവായിട്ട് മാറ്റിത്തരുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാനിപ്പം ഇങ്ങനെ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ സംസാരിക്കാനുള്ള പ്രശ്നം പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ തന്നെ ഇങ്ങനെ 4 ആളുടെ മുന്നേ ഒന്ന് സംസാരിക്കാൻ ഒരു ആത്മധൈര്യവും ഒരു വിശ്വാസം എന്നത് മാതാവാണ്. അപ്പോൾ അതിനായിട്ട് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഞാൻ ഉഴപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ക്ലാസ്സിൽ കയറത്തില്ല. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും കൂട്ടുകാരായിട്ട് കൂടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യമൊക്കെയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരത്തിൻ്റെ മൂട്ടി പോയിരുന്ന് കമൻ്റ് അടിക്കുക, അങ്ങനെയുള്ള കൊച്ചു പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും ക്ലാസ്സിലൊന്നും കയറാതായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പരീക്ഷയുടെ സമയം ഇങ്ങനെ അടുത്ത് വരുമായിരുന്നു. പരീക്ഷ സമയം അടുത്ത് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എല്ലാ കാര്യങ്ങളും അറിയാലേ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് സെമി സപ്ലി ഉണ്ട്, നാലാമത്തെ സെമി സപ്ലി ഉണ്ട്. അങ്ങനെ സപ്ലികളുടെ ഒരു കൂമ്പാരത്തിൽ പെട്ടേക്കായിരുന്നു ഞാൻ. അങ്ങനെ മാതാവോട് ഞാൻ പ്രാർത്ഥിച്ചപ്പം മാതാവ് പറഞ്ഞ് എല്ലാം ഓക്കെ ആകും, പ്രശ്നമൊന്നുമില്ല, പേടിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ആരോ ഒന്ന് പറയുന്ന പോലെ എന്താ പറയുക, ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ ഒന്ന് മാതാവെടുത്ത് ഞാൻ ഉടമ്പടിയൊക്കെ എടുത്ത് ഞാനങ്ങനെ ഇവിടുത്തെ ഉടമ്പടി പത്രമൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പരീക്ഷ അടുക്കാറായ സമയത്ത് ഞാൻ എവിടെ നിന്നൊക്കെയോ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കുറേ നോട്ടൊക്കെ ഒപ്പിച്ചെടുത്ത് ഞാനിരുന്ന് പഠിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വായിക്കും, ആ സമയത്ത് തന്നെ മനസ്സിൽ നിൽക്കും, പിന്നെ അങ്ങ് മറന്നു പോകും. അങ്ങനെ ഞാനങ്ങനെ ഒരുപാട് വിഷമിച്ച് കരഞ്ഞ കാര്യം വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്.
എന്ന് പറഞ്ഞാൽ മമ്മിക്കും പപ്പയ്ക്കും ഒന്നും അധികമായിട്ടൊന്നും വയ്യ. കാര്യം മമ്മിക്ക് മുട്ടുവേദന, പപ്പയ്ക്ക് നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ പോയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് പോലും ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ പപ്പയുടെ സഹോദരങ്ങൾ പോലും എന്താ പറയുക ഞങ്ങളെ സഹായിക്കാനില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അങ്ങനെ വീട്ടുകാർ പറഞ്ഞു, എടാ നീ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കും, നീ കൃപാസനത്തിൽ പോയി നീ ഉടമ്പടിയൊക്കെ എടുത്തിട്ടില്ലയോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഞാൻ കാശ് രൂപമൊക്കെ ഞാൻ പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മ എന്നെ കൈവിടല്ലേ, എനിക്കാണെങ്കിൽ ഈ ലോകത്ത് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ല, എന്താ പറയുക ഞങ്ങൾ സഹായിക്കാനായിട്ട് പോലും ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം എന്താ പറയുക, രാത്രിയിൽ ഞാനങ്ങനെ എന്താ പറയുക ഞാൻ കിടന്ന് കരഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ പത്രിക ഞാനാണെങ്കിൽ ബസ് സ്റ്റാൻഡിലും പിന്നെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൃപാസന പത്രമൊക്കെ കൊണ്ട് കൊടുത്ത് പരീക്ഷയ്ക്ക് കയറി ഇരുന്ന സമയത്ത് പോലും എൻ്റെ മനസ്സ് പറഞ്ഞു, എടാ നിനക്ക് കിട്ടത്തില്ലടാ, എന്തോ നിനക്ക് വീണ്ടും സപ്ലൈ അടിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ മറ്റേ ഈ കാശ് രൂപം ഉണ്ടായിരുന്നു. അങ്ങനെ കാശ് രൂപം ഞാൻ കയ്യെ പിടിച്ച് ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ കിട്ടിയത് ഓർമ്മയുണ്ട്. പിന്നെ എന്തോ സംഭവിച്ചെന്ന് അത് എനിക്ക് പോലും ഓർമ്മയില്ല. കാര്യം ഓരോ ക്വസ്റ്റ്യനും ഞാൻ 1.5 പേപ്പർ 2 പേപ്പർ 3 പേപ്പർ വെച്ചാണ് ഞാൻ അങ്ങോട്ട് എഴുതിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ആരോ ഒരാളിങ്ങനെ മനസ്സിരുന്ന് ഇന്ന ചോദ്യത്തിന് ഉത്തരം ഇതേപോലെ എഴുതിയാൽ നീ പാസ്സാവും, എന്തോ നിനക്ക് നല്ല മാർക്ക് കിട്ടുന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ ആരോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫൈനൽ ഇയറിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറച്ച് ക്ലാസ്സിലൊക്കെ കയറാൻ നടന്നുകൊണ്ട് തന്നെ എന്നെ ആരും ഒരു ഗ്രൂപ്പിലും കയറ്റിയില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റിലൊക്കെ എന്നെ ഒരു ഗ്രൂപ്പിൽ കയറ്റാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പേര് കൊടുത്തപ്പോൾ അതിനകത്ത് എൻ്റെ പേര് അവർ കൊടുത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ഞാൻ വിഷമിച്ച്, മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, എനിക്കാണെങ്കിൽ വലിയ മാർക്കൊന്നും വേണ്ട, മറ്റേ എല്ലാവരും പാസ്സാവുന്ന പോലെ ഒന്ന് പാസ്സാക്കി തന്നാൽ മതി ഞാൻ മാറി പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ച്, നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം, നമ്മളിപ്പോൾ 5 പേരില്ലേ, 5 പേര് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം, നമുക്കെല്ലാം എല്ലാം കൊണ്ട് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റായി. പക്ഷേ ആ സമയത്ത് എനിക്കൊരു വിശ്വാസം വന്നില്ല. കാര്യം ഒരാൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിക്കുന്നത് നമുക്കൊരു ഗ്രൂപ്പിയോ കയറിയാലോ എന്ന്. കാര്യം അന്നേ വരെ എന്നെ അങ്ങനെ ആരും എന്താ പറയുക വലുതായിട്ടൊന്നും ഒരു എന്താ പറയുക ഞാൻ പറയുന്ന ഒരു വാക്കിന് പോലും ഒരാൾ വില ലഭിച്ചിട്ടില്ല. കാര്യം എൻ്റെ സംസാരിക്കാനുള്ള പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോജക്റ്റെല്ലാം ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളെല്ലാം ഓക്കെ ആക്കി കൊണ്ടുവന്ന് അങ്ങനെ ലാസ്റ്റ് വൈവ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾക്കിത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ മാതാവോട് പറഞ്ഞു, മാതാവേ ഇത്രയല്ലേ ഓക്കെ ആക്കി തന്നില്ലയോ, ബാക്കിയും കൂടെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക, എല്ലാം ഒന്ന് സെറ്റാക്കി തരാൻ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വൈവ എല്ലാം കഴിഞ്ഞ് അങ്ങനെ 2 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് 6ാമത്തെ സെമസ്റ്ററിൽ ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. ഞാൻ അത്രയും ദിവസം എഴുതിയ പരീക്ഷയുടെ ഫലമായിട്ട് എനിക്ക് 60% മാർക്കോടുകൂടി ഞാൻ അവസാനത്തെ വർഷം ഞാൻ വിജയിച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റേ പ്രോജക്റ്റിൻ്റെ വിഷയത്തിന് തന്നെ ഏകദേശം 95 മാർക്കോടുകൂടി ഞങ്ങൾ പാസ്സായെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും വലിയ മാർക്കാണ് ഈ 95 മാർക്ക്. അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മൂന്നാമത് വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് വിദേശത്ത് ഒരു നേഴ്സായിട്ടൊരു ജോലി കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വരുമ്പോൾ മാതാവിനോട് പറയും, മാതാവേ എൻ്റെ ചേച്ചിയുടെ കാര്യമൊന്നും ആയില്ലല്ലേ, ഞാനിങ്ങനെ കുറേ നാളോട് വരുന്നില്ലേ, അതോ ഇനി അത് നടക്കത്തില്ലയോ എന്നെല്ലാം ഞാൻ ഒരുപാട് എന്താ പറയുക ഞാൻ മുട്ടിമേൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് എന്താ പറയുക അങ്ങനെ അവസാനം ഈ മെയ് മാസം ആയപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇങ്ങനെ ദുബായിലേക്ക് നേഴ്സായിട്ട് പോകണമെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, എടി ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഞാൻ അങ്ങനെ ഉടമ്പടി എഴുതിയിട്ട് ഇങ്ങനെ നിൻ്റെ കാര്യം ഞാൻ വെച്ചായിരുന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞ്, എനിക്കങ്ങനെ ഇങ്ങനെ മറ്റേ ഈ ഉടമ്പടി എടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതൊന്നും വിശ്വാസമല്ല, പക്ഷേ മാതാവിൽ വിശ്വാസമാണ്. കാര്യം മാതാവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഓരോ ദിവസം ഓരോ എന്താ പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ അനുഗ്രഹം കിട്ടുന്നെങ്കിലും എന്നോട് പറഞ്ഞു. അങ്ങനെ മെയ് മാസം ആയപ്പോഴത്തേക്ക് ചേച്ചി ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി അങ്ങനെ ആ സമയത്തല്ലേ എന്നോട് പറയുന്ന ആടെ ഈ എക്സാമൊക്കെ ഭയങ്കര പാടാ, കാര്യം ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര കട്ടിയാണ്,
അത് മാത്രമല്ല ഈ ഇംഗ്ലീഷിലൊക്കെ നല്ല ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, മാതാവ് കൈവിടത്തില്ല. കാര്യം എനിക്ക് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാമെങ്കിൽ നിനക്കത് കിട്ടാനായിട്ട് യാതൊരു പാടുമില്ലെന്ന് ഞാൻ അങ്ങനെ ചേച്ചി ആദ്യമേ ഡേറ്റ് എടുത്തപ്പോഴത്തേക്കും അതൊന്നും ശരിയായില്ല. അങ്ങനെ രണ്ടാമത് എടുത്തപ്പോഴത്തേക്കും അത് 5-ാം തീയതിയാണ് എടുത്തത്. അതായത് ഈ ജൂലൈ 5 ചേച്ചി എടുത്ത്. അങ്ങനെ ജൂലൈ 5 എടുത്ത് എക്സാം എഴുതാൻ പോയപ്പോഴും ചേച്ചി പറഞ്ഞ്, ഇല്ലടാ അത് കിട്ടത്തില്ല, ഭയങ്കര പാടായിരുന്നു, കിട്ടത്തില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി നീ മാതാവിൻ്റെ കാശ്രൂപം വെച്ച് നീ പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞു, എടാ പ്രാർത്ഥിച്ച് എന്താ പറയുക, പക്ഷേ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. കാര്യം ഞാൻ എഴുതുന്ന ഓരോ ക്വസ്റ്റ്യന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അത് 7-ാം തീയതി ആയപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഒരു 12 ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. അത്രയും നേരം ചേച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഞാനാണെങ്കിൽ മുട്ടിമേളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ. അന്നേരം ഞാൻ പറഞ്ഞു, എടി നിനക്ക് കിട്ടും, യാതൊരു കുഴപ്പമില്ല കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ചേച്ചിക്ക് നല്ല മാർക്കോടുകൂടി ചേച്ചിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ 2022 ഓഗസ്റ്റ് 23-ാം തീയതി എടുത്ത്, അങ്ങനെ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 23-ാം തീയതി ചേച്ചി ദുബായിലോട്ട് പോവുക. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് 1000 നന്ദി പറയുന്നു. കാര്യം ഇത്രയും പോലും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ 4-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പപ്പയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രമേഹ രോഗിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു അസുഖമായിരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും പപ്പയ്ക്ക് ഇടയ്ക്ക് വെച്ചിങ്ങനെ ഷുഗർ എന്താ പറയുക, ഒരു നോർമൽ അല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയി ഞങ്ങൾ കാണിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് 25 വർഷമായാലും ഇത് കിഡ്നിയെ ബാധിച്ച് കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തല്ല ഞാൻ പറഞ്ഞ്, പപ്പയെ കുഴപ്പമൊന്നുമില്ല, കാര്യം കൃപാസനത്തിൽ പോയി ഞാനെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ എല്ലാ ദിവസവും എന്താ പറയുക, മറ്റേ ഈ ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. ആ സമയത്ത് ഞാൻ കാശ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ പപ്പയ്ക്കൊന്നും ഒരു കുഴപ്പം വരില്ല, കാര്യം ഇത്രയും വർഷം അവർ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, ഒരു അവസാന നിമിഷം അവർക്ക് കഷ്ടപ്പാടിന് കൊടുക്കലേ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ പരിശോധന ഫലം വന്നപ്പോൾ പപ്പയുടെ കിഡ്നിയിൽ ഒരു 2 ചെറിയ സ്റ്റോൺ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് മാതാവ് എന്താ പറയുക, ഒരു ചെറിയൊരു കിഡ്നി സ്റ്റോണിലൂടെ അതൊന്ന് ഒതുക്കി തന്നതിനായിട്ട് ഒരുപാട് നന്ദി പറയുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അവസാനത്തെ ആ ഒരു ബോട്ടിൽ മരുന്ന് അതിപ്പോഴും പൊട്ടിക്കാതെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ മാതാവിനോട് 1000 നന്ദി പറയുന്നു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ബാത്റൂമിൽ പോകുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ പഴുപ്പും ചോരയായിട്ടാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഇങ്ങനെ ഫൈൽസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരാൾക്കും ഇതേപോലെ വന്നപ്പം ഇപ്പോൾ പുള്ളിക്ക് ക്യാൻസറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അങ്ങ് പേടിച്ചു പോയി. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് കാണിച്ചു തന്നു, ഇങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഉപയോഗിച്ച് അധികം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഈ ഉപ്പൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മമ്മിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി കരയറ്റുന്നു. അപ്പോൾ സത്യത്തിൽ ഇത്രയും തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പറയാൻ പോലും എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യം എൻ്റെ ഈ സംസാരികളുടെ പ്രശ്നം കാരണം. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച മാതാവിന് 1000 നന്ദി പറയുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 തിരുവചനങ്ങളാണ്. വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നീർച്ചാലുകളും ഉണ്ടാക്കുന്ന കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളാണ് അനുഭവ സാക്ഷ്യങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. ജോബിനെന്ന ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ, ഉടമ്പടിയിലൂടെ ആ മകൻ എങ്ങനെ ഇന്ന് 4 പേരുടെ മുൻപിൽ ആത്മധൈര്യത്തോടെ സംസാരിക്കാൻ സാധിക്കുന്നു. 5 വയസ്സുവരെ താൻ സംസാരിച്ചിരുന്നില്ല. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് മറ്റുള്ളവർക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നില്ല. അങ്ങനെ വിക്കനായ മോശയെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തു എന്നത് നമുക്ക് ബൈബിളിലൂടെ തിരുവചനങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നതാണ്.
തനിക്കൊരു കഴിവുമില്ല, തനിക്ക് മറ്റുള്ള കൂട്ടുകാരൊന്നും തന്നെ കൂട്ടുന്നില്ല, എല്ലാവരുടെയും മുൻപിൽ താൻ ഒന്നുമല്ല. അതൊക്കെ ഈ മകൻ ഇവിടെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ അൾത്താരയിൽ കയറി നിന്ന് തൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഈ മകനെ പരിശുദ്ധ അമ്മ കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ്. തൻ്റെ തിരുക്കുമാരൻ്റെ അടുത്തേക്ക് ഉടമ്പടി എടുത്തത് മുതൽ അമ്മ ഈ മകനെയും കൊണ്ട് പോവുകയാണ്. തൻ്റെ നാവിൽ ഒരു പ്രകാശം വന്ന് തൊട്ടു എന്നാണ് ഈ മകൻ പറയുക. അതുമൂലം ആ നാവിൻ്റെ കെട്ടഴിയുകയാണ്. പിന്നീട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നന്നായിട്ട് സംസാരിക്കുവാൻ ഈ മകന് കഴിയുന്നു. നാമം ഇപ്പോൾ തന്നെ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തനിക്ക് കിട്ടിയ ആത്മധൈര്യം, താനും വേണ്ടപ്പെട്ട ഒരാളാണ് എന്നുള്ള ഒരു ചിന്ത, ഇതൊക്കെ ഈ മകന് ഒത്തിരി കൊടുത്തിരിക്കുകയാണ് അമ്മ. പിന്നീട് സപ്ലി ഉണ്ടായിരുന്നു. ഒത്തിരി ഓരോ സെമ്മിലും സപ്ലിമെൻ്ററി എഴുതേണ്ട ആവശ്യമൊക്കെ വരുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഉടമ്പടി കാശ് രൂപവും കൊണ്ട് പോകുമ്പോൾ അറിയില്ലാത്ത ആൻസേഴ്സ് പോലും തനിക്ക് ഉള്ളിലിരുന്ന് നീ ഇങ്ങനെ എഴുത് എന്നാണ് പറഞ്ഞതെന്നാണ് നാം കേട്ടത്. അങ്ങനെ 25 പേപ്പറുകളോളം എഴുതി എന്നാണ് സിസ്റ്ററിനോട് പറഞ്ഞത്. അപ്പോഴങ്ങനെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും പിന്നീട് നല്ല റിസൾട്ട് ഈ മകന് കിട്ടുന്നു. യാതൊരു സപ്ലിയും ഇല്ലാതെ ആ സപ്ലി ഉണ്ടായിരുന്നതൊക്കെ എഴുതിയെടുക്കാൻ സാധിക്കുന്നു. നല്ല റിസൾട്ട് കിട്ടുന്നു. അതോടൊപ്പം തൻ്റെ ചേച്ചിക്ക് പുറത്തേക്ക് പോകുവാനുള്ള വഴികൾ തുറക്കുന്നു. കഴിഞ്ഞ 2022 ഓഗസ്റ്റ് 23-നാണ് ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇത് ഓഗസ്റ്റ് 18. അപ്പോൾ ആ ഒരു വർഷത്തിനുള്ളിൽ ചേച്ചിക്ക് പുറത്തേക്ക് പോകുവാനുള്ള വഴികൾ അമ്മ തുറന്നു കൊടുത്തു. ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെയായിരുന്നു ചേച്ചിയും വിചാരിച്ചിരുന്നതെന്നാണ് ഈ മകൻ പറഞ്ഞത്. അങ്ങനെ ആ മകൾ വിദേശത്തേക്ക് പോകുന്നു. തൻ്റെ കുടുംബത്തിൽ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായ രോഗസൗഖ്യം, ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ക്ലാസ്സിൽ ആരും കൂട്ടാത്ത അവസ്ഥ. അപ്പോൾ ആ പ്രോജക്റ്റിന് ഈ മകൻ അപ്പോഴിരുന്ന് വേദനിച്ച് കരയുകയാണ്. എനിക്ക് ആരുമില്ലല്ലോ, എന്നെ ആരും കൂട്ടുന്നില്ലല്ലോ, ഒരു ടീമിലും ഞാൻ ഭാഗമാകുന്നില്ലല്ലോ. അപ്പോഴവർ എങ്ങനെയാണ് പിന്നീട് കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ ആ ടീം വേറൊരു കൂട്ടുകാരൻ വന്ന് വിളിക്കുന്നു. അങ്ങനെ ടീമിൽ അംഗമാകുന്നു. ആ ടീമിനാണ് ഫസ്റ്റ് എന്നാണ് നാം കേട്ടത്. കോളേജിലെ തന്നെ 95% കിട്ടി. ഇവരുടെ പ്രോജക്റ്റ് തന്നെയാണ് സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് നാം കേൾക്കുകയുണ്ടായി. അങ്ങനെ ഒത്തിരിയേറെ ആത്മധൈര്യത്തോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മകനെക്കുറിച്ചാണ് തിരുവചനം പറയുക. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന തമ്പുരാനെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.